ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വേഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പരമാനന്ദമാധവം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷുരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഹരി ഓം. നമ്മൾ ശ്രീരാമൻ്റെ അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ അതാണ് കണ്ടത്. എന്നാൽ അഭിഷേക ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ അഭിഷേകം മുടങ്ങാനുള്ള സാഹചര്യങ്ങളുണ്ടായി. അവിടെ കൈകേയിയുടെ കൊട്ടാരത്തിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ നടന്നു തുടങ്ങിയെന്നറിയാം. പക്ഷെ അതിനേക്കാൾ മുമ്പ് തന്നെ ദേവന്മാരെല്ലാവരും കൂടി ആലോചിച്ചു, ഈ ശ്രീരാമനെ എങ്ങനെ അയോധ്യയിലെ രാജാവായിട്ട് വാഴിച്ചാൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല. ഭഗവാൻ എന്തിനാണ് ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത്? മനുഷ്യനായിട്ട് അവതരിച്ച് രാവണനെയൊക്കെ വധിക്കാൻ വേണ്ടിയിട്ടാണ്. എത്രയും വേഗം അതിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കം ചെയ്യണം എന്ന് കരുതി അവർ വേഗം സരസ്വതി ദേവിയോട് പറഞ്ഞു, വേഗം അയോധ്യയിലേക്ക് പോകണം. ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാലയോധ്യക്കെഴുന്നള്ളുക വേണം. രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ ആമവരാരും മറ്റുള്ള നിരൂപിച്ചാൽ. ചെന്നുടൻ മന്ധര തന്നുടെ നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു. പിന്നെ വിരവോടു കൈകേയിയെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ട് മുടക്കണം. പിന്നെ ഇങ്ങോട്ടെഴുന്നെല്ലാം മടിക്കരുതെന്ന് അമരന്മാർ പറഞ്ഞോരനന്തരം. വാണിയും മന്ധരതൻ വദനാന്തരേ വാണിയിടിനാൾ ചെന്നു ദേവകാര്യാർത്ഥമായി. ദേവന്മാർ പറഞ്ഞനുസരിച്ചിട്ട് സരസ്വതി ദേവി കൈകേയിയുടെ തോഴിയായിട്ടുള്ള മന്ധരയുടെ നാവിൽ ചെന്നു വാണു എന്ന് പറയാം. അപ്പോൾ മന്ധര കൈകേയിയെ കാണാൻ വേണ്ടി വരുന്ന സന്ദർഭമാണ്. കൈകേയിയെ കണ്ട സമയത്ത് മന്ധര വന്ന് നിന്നപ്പോൾ കൈകേയി ചോദിച്ചു, എന്താണ് രാജ്യത്ത് വലിയ ആഘോഷമൊക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ടല്ലോ, അലങ്കരിക്കുന്നുണ്ടല്ലോ എല്ലായിടത്തും. അപ്പോൾ പറഞ്ഞു, നാളെ രാമൻ്റെ അഭിഷേകമാണ്, നീ അതൊന്നും അറിഞ്ഞില്ലേ? നീ കിടന്നുറങ്ങുകയാണോ? വലിയൊരു ആപത്ത് നിനക്ക് വരാൻ പോവുകയാണ്, നിന്നെ സഹായിക്കാൻ ആരുമില്ല. ഇങ്ങനെ ആ മന്ധര പറഞ്ഞപ്പോൾ കൈകേയിക്ക് ആദ്യം വലിയ സന്തോഷമാണ് ഉണ്ടായത്. വേഗം സ്വർണ്ണമാലയൊക്കെ ഊരി നൽകിയെന്നാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ ഭരതനേക്കാൾ പ്രിയപ്പെട്ടവനാണ് രാമൻ. അപ്പൊ രാമന്റെ അഭിഷേകം എനിക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെയുള്ള സമയത്ത് എന്താണ് എത്ര വലിയ ആപത്ത് വരുന്നു എന്ന് നീ പറഞ്ഞത്? കൗസല്യേക്കാൾ എനിക്ക് എന്നെ ഇഷ്ടം, എന്നെയാണ് രാമന് ഇഷ്ടം, എനിക്കും അങ്ങനെ തന്നെ. അതുകൊണ്ട് രാമനൊരു നല്ല കാര്യം വരുമ്പോൾ എനിക്കും വലിയ സന്തോഷം ഉണ്ടാവും. രാമൻ തൻ്റെ അമ്മയേക്കാൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ എന്തുകൊണ്ടാണ് പിന്നെ ഈ രാമാഭിഷേക സമയത്ത് എനിക്ക് ദോഷം ഉണ്ടാവും എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞപ്പോൾ ഈ മന്ധര പറഞ്ഞു, ഇപ്പൊ ഭരതനും ശത്രുഘ്നൊന്നും ഇവിടെ ഇല്ല. ഭരതനെ ഒഴിവാക്കിയിട്ട് രാമന്റെ അഭിഷേകം നടത്താനായിട്ട്
പുറപ്പെട്ടിരിക്കുക രാജാവ്. രാമനെ രാജാവായിട്ട് അഭിഷേകം ചെയ്താൽ, യുവരാജാവായിട്ട് അഭിഷേകം ചെയ്താൽ ആർക്കാ പ്രയോജനം? കൗസല്യാമ്മയ്ക്കാ പ്രയോജനം. പിന്നെയോ ലക്ഷ്മണൻ രാമന്റെ കൂടെ ഉള്ളത് കൊണ്ട് സുമിത്രയ്ക്ക് പ്രശ്നമില്ല. പക്ഷെ നിന്നെ ആർക്കും വിലയുണ്ടാവില്ല. നിന്നെ വെറും ദാസിയായിട്ടേ കണക്കാക്കുള്ളൂ. ഇനി ഈ കൗസല്യയും സേവിച്ച് ഇവിടെ കഴിഞ്ഞുകൂടേണ്ടി വരും. ചിലപ്പോൾ നിന്നെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഓടിക്കാം, ചിലപ്പോൾ കൊന്നു എന്ന് വരാം. ഭരതൻ ഒരിക്കലും രാജ്യം കിട്ടില്ല. അതുമാത്രമല്ല, മറ്റ് ഭാര്യമാരുടെ അവരുടെ ഇടയിൽ കഴിയുക എന്ന് പറഞ്ഞാൽ അതും വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള അവസരത്തിൽ മരിക്കായിരിക്കും ഭേദം. അതുകൊണ്ട് നീ എന്താ ചെയ്യേണ്ടത്? നീ ചെയ്യേണ്ടത് വേഗം ഭരതനെ രാജാവാക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അത് മാത്രമല്ല, രാമനെ ഇവിടുന്ന് പറഞ്ഞയക്കും വേണം. അതിനൊരു വഴിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, പണ്ട് ദേവാസുര യുദ്ധത്തിൽ ദശരഥൻ സഹായിക്കാൻ പോയ സമയത്ത് നിന്നെയും കൊണ്ടാണ് പോയത്. അവിടെ വെച്ച് ആ ദശരഥന്റെ തേരിന്റെ ആ പ്രധാന ആണി ഊരിപ്പോയ സമയത്ത്, രഥചക്രത്തിന്റെ ആണി ഊരിപ്പോയ സമയത്ത് നീ തൻ്റെ കൈ വെച്ചുകൊണ്ട് അവിടെ നിന്ന് ദശരഥനെ യുദ്ധം കഴിയണവരെ രക്ഷിച്ചു. അന്ന് ദശരഥൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 വരം തരാൻ നിനക്കെന്ന്. അപ്പൊ നീ തന്നെയാണ് ദശരഥനോട് പറഞ്ഞത് ആവശ്യമുള്ള സമയത്ത് ചോദിക്കാന്ന്. ഇപ്പോൾ ഈ വരം 2 ചോദിക്കണം. അല്ല, എങ്ങനെയാ ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ അതും ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് മന്ദര ശരിക്കും ഈ കൈകേയിയെ അങ്ങോട്ട് പിരികേറ്റി കൈകേയിയുടെ മനസ്സിനൊക്കെ മാറ്റിമറിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഭരതനെ രാജാവാക്കണമെന്നുള്ള 1ാമത്തെ വരം നീ ചോദിക്കണം. നീ 2ാമത്തെ വരം എന്താ വേണ്ടതെന്ന് വെച്ചാൽ, 2ാമത്തെ വരം രാമനെ ഇവിടുന്ന് കാട്ടിലേക്ക് പറഞ്ഞയക്കണം. ഈ 2 വരങ്ങളും കിട്ടിയില്ലെങ്കിൽ നീ അത് കിട്ടുന്നത് വരെ ആ രാജാവിനെ നിർബന്ധിക്കണം. അതുവരെ രാജാവിനെ ഭയപ്പെടുത്തുകയോ സങ്കടപ്പെടുത്തുകയോ ഒക്കെ വേണം എന്ന് പറഞ്ഞ് മന്ധര ശരിക്കും കൈകേയിയുടെ മനസ്സിനെ അങ്ങോട്ട് മാറ്റിമറിച്ചു. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ കൈകേയിക്കും തോന്നി, ശരിയാണ്, തൻ്റെ മകനല്ലേ രാജാവാകേണ്ടത്. കൈകേയി പറഞ്ഞു, ഞാൻ നീ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യാം. നീ പറയുന്നതൊക്കെ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് കരുതി എനിക്ക് തോന്നുന്നു. ഞാൻ നിനക്ക് ഈ ഭരതനെ രാജാവാക്കണേ, നിനക്ക് 100 ഗ്രാമങ്ങൾ അല്ലെങ്കിൽ 100 സ്ഥലങ്ങൾ ഒക്കെ നിനക്ക് തരാം എന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുത്ത് ഈ അവിടെയൊക്കെ കൊട്ടാരത്തിൽ കോപം വന്നാൽ പോയി ഇരിക്കുന്ന ക്രോധാകാരം അല്ലെങ്കിൽ കോപാലയം അവിടേക്ക് പോയി തൻ്റെ വസ്ത്രങ്ങളൊക്കെ വാരി വലിച്ചിട്ട് ആഭരണങ്ങളൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് മുടിയൊക്കെ പരത്തി അങ്ങനെ വളരെ കോപത്തോടുകൂടി ആ കൈകേയി ഈ മന്ധര പറഞ്ഞ പോലെയൊക്കെ ചെയ്തു പറയാം. ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം ഈ രാമായണത്തിൽ, അധ്യാത്മ രാമായണത്തിൽ വളരെ ഗംഭീരമായിട്ട് നമുക്കൊക്കെ മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ധീരനായേറ്റം ദയാന്വിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശിക വാക്യസ്ഥിതനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കലും ദുഷ്ടസംഘം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം ദുർജന സംസർഗമേറ്റമകലവേ വർജിക്ക വേണം പ്രയത്നേന സത്പുമാൻ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. കുറച്ച് വരികളിലൂടെ വലിയ കാര്യത്തെ പറഞ്ഞിരിക്കുക. നമ്മൾ എത്ര വലിയ കഴിവുള്ള ആളായാലും, വലിയ ധീരനായാലും, വലിയ ദയോടുകൂടിയ ആളായാലും ശരി, നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട്, ആചാരമുണ്ട്, ഇതൊക്കെയുള്ള ആളാണെങ്കിലും, നല്ല നീതിയും നിയമമൊക്കെ നടപ്പാക്കുന്ന ആളാണ്, അറിയാവുന്ന ആളാണ്, തൻ്റെ ഗുരുവിൻ്റെ വാക്കുകളൊക്കെ വേണ്ടവിധത്തിന് മനസ്സിലാക്കി നല്ല ശീലത്തോടു കൂടി ഇരിക്കുന്ന ആളാണ്, ശുദ്ധനായിട്ടുള്ള ആളാണ്, നല്ല വിദ്യയുള്ള ആളാണ്, നല്ല ശിഷ്ടൻ, ദുഷ്ടനല്ല ശിഷ്ടൻ, നല്ല ആളാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ദുഷ്ടസംഘം കൊണ്ടു കാലാന്തരത്തിനാൽ ദുഷ്ടന്മാരുമായുള്ള കൂട്ടുകെട്ട് ഉണ്ടായാല് കാലാന്തരത്തിനാൽ കാലക്രമത്തില് സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം. സജ്ജനങ്ങളാൽ നിന്ദിക്കപ്പെടും എന്ന് പറഞ്ഞാൽ നല്ല ആളുകൾ പിന്നെ മാനിക്കില്ല. ദൃഢം ഉറപ്പായിട്ടും അങ്ങനെ വരും. അതുകൊണ്ട് എന്തു വേണം? ദുർജന സംസർഗമേറ്റമകലവേ വർജിക്ക വേണം പ്രയത്നേന സത്പുമാൻ. ദുർജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട്, ദുർജന സംസർഗം ഏറ്റമകലവേ, എത്ര അകറ്റാക്കാൻ പറ്റുമോ അത്രയും അകറ്റി നിർത്തണം ദുർജനങ്ങളെ. വർജിക്ക വേണം പ്രയത്നേന സത്പുമാൻ. പ്രയത്നം കൊണ്ട് നല്ല ആളുകള്
അതിനുവേണ്ടി പ്രയത്നിക്കുക വേണം. ഇവിടെ ഒരു ഉദാഹരണം പറയണം. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. കജ്ജളം, കരി അല്ലെങ്കിൽ അഴുക്ക് പറ്റിയാൽ എത്ര വെട്ടിത്തിളങ്ങുന്ന സ്വർണമാണെങ്കിലും അതിൻ്റെ പ്രഭയൊക്കെ മങ്ങിപ്പോകും. ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം. കൈകേയി വളരെ നല്ലൊരു സ്ത്രീ ആയിരുന്നു, നല്ല രാജ്ഞിയായിരുന്നു, രാമനെ ഇത്രയും ഇഷ്ടമുള്ള ആളായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, മന്ധരയുമായിട്ട് കുറച്ചു നേരത്തെ സംഭാഷണം കൊണ്ട് കൈകേയിയുടെ മനസ്സ് മാറിപ്പോയി. കൈകേയി രാമായണത്തിലെ ഏറ്റവും ദുഷ്ടയായ കഥാപാത്രമായി മാറി. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മൾ ആരെ കൂടെ കൂട്ടുന്നു, ആരുടെ വാക്കിനെ നമ്മൾ കേൾക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. ഇവിടെ മന്ധര ഒരുപക്ഷെ ദേവന്മാരുടെ ഇംഗിതമായിരിക്കാം, അല്ലെങ്കിൽ സരസ്വതി ദേവി അങ്ങനെ പറഞ്ഞായിരിക്കാം, അത് വേറെ കാര്യം, ഭഗവാന്റെ ഇച്ഛ തന്നെയായിരിക്കാം. എങ്കിൽ പോലും നല്ല ആളുകൾ പറയുന്നത്, ചീത്ത ആളുകൾ പറയുന്നത്, അല്ലെങ്കിൽ ആളുകൾ പൊതുവെ പറയുന്നത്, അതിൽ നല്ലത് ഏതാണ് ചീത്ത ഏതാണെന്ന് തിരിച്ചറിയാനുള്ള വകതിരിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ ദുർജനങ്ങളെക്കാൾ കഷ്ടമായിരിക്കും നമ്മുടെ കാര്യം. അതുവരെ എത്രയും നല്ല കാര്യമുണ്ടെങ്കിലും നമ്മളും ദുഷ്ടന്മാരായിട്ട് കാലക്രമത്തിൽ മാറും. അതുകൊണ്ട് വളരെ കരുതലുണ്ടാകണം എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് ഇവിടെ ദശരഥ മഹാരാജാവ് കൊട്ടാരത്തിലേക്ക് ഈ തൻ്റെ പ്രിയപ്പെട്ട പത്നിയായ കൈകേയിയെ കാണാനായിട്ട് വരുന്നു. അപ്പൊ കൈകേയിയോട് വളരെ സന്തോഷത്തോടു കൂടി രാമന്റെ അഭിഷേക കാര്യം പറയാൻ വേണ്ടി താൻ തന്നെ നേരിട്ട് പറയാൻ വേണ്ടി വരിക, സന്തോഷത്തോടു കൂടിയിട്ട്. കാരണം കൈകേയിക്ക് രാമനെ വലിയ ഇഷ്ടമാണ്. അങ്ങനെ വന്നു നോക്കിയപ്പോൾ കൈകേയിയെ കാണാനില്ല. അപ്പൊ തോഴിമാരോടൊക്കെ ചോദിച്ചു, എവിടെ നിങ്ങളുടെ ആ റാണി? പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, റാണിതാ ആ ക്രോധാലയത്തിൽ പോയി കിടക്കുകയാണ്, കോപം വരുമ്പോൾ ഇരിക്കുന്ന മുറിയിൽ പോയിരിക്കണം, അങ്ങ് തന്നെ ചെല്ലുക, അവളെ സമാധാനിപ്പിക്കുക. അങ്ങനെ രാജാവ് ചെന്നപ്പോ തൻ്റെ ഇഷ്ടക്കേട് ശരിക്കും പ്രകടിപ്പിച്ചുകൊണ്ട് കൈകേയി അങ്ങനെ ഇരുന്നു. അപ്പൊ രാജാവ് എന്ത് ചെയ്തു, എന്താണ് കാര്യമെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ പ്രതിജ്ഞ രാജാവ് കൊടുത്തു. പറയാം, ഒരു രാജാവ് എങ്ങനെ, അല്ലെങ്കിൽ ഭരണാധികാരി എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. ഇദ്ദേഹം പറയണേ, നിന്നോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാൻ വേണ്ട ശിക്ഷ കൊടുക്കും. ഞാനുമായി ബന്ധപ്പെട്ട ഒരാൾ നിനക്ക് തെറ്റ് ചെയ്യില്ല, എങ്കിലും ആരെങ്കിലും, അത് സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ആരായാലും ശരി, ഞാൻ അവർക്ക് ശിക്ഷ കൊടുക്കും. ഇവിടെ പറയാണ്, ദണ്ഡ്യനെന്നാകിലും വദ്യനെന്നാകിലും ദണ്ഡമെനിക്കതിനില്ല നിരൂപിച്ചാൽ. അയാളെ ശിക്ഷിക്കണോ കൊല്ലണോ എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു പ്രശ്നമില്ല, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. നിർധനൻ എത്രയും ഇഷ്ടം നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വയ്പ്പൻ അവനെ ഞാൻ. ഒരു ദരിദ്രനായിട്ടുള്ള ആളാണെങ്കിലോ, നിനക്ക് ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ ഞാൻ അവനെ ധനികനാക്കാം. അർത്ഥവാനേറ്റം അനിഷ്ടം നിനക്കെങ്കിൽ, ധാരാളം ധനമുള്ള ആളാണെന്ന് വെക്കുക, നിനക്ക് ഇഷ്ടമില്ലാത്ത ആളാണ് എങ്കിലോ അവനെ ഞാൻ ദരിദ്രനാക്കും. വദ്യനേനൂനമവദ്യനാക്കിയിടുവൻ, വധിക്കേണ്ട ആളെ ഞാൻ നിനക്ക് ഇഷ്ടമില്ല എങ്കിൽ നീ പറയാണ് അവരെ കൊല്ലാൻ പാടില്ല, ഞാൻ അവനെ കൊല്ലില്ല. ഇനി കൊല്ലാനായിട്ട് യോഗ്യത ഇല്ലാത്ത ആളാ, പക്ഷെ നീ അവളെ കൊല്ലെന്ന് പറഞ്ഞ് ഞാൻ കൊല്ലും. കാരണം എന്താണ്, നൂനം നിനക്കധീനം മമ ജീവനം, നിനക്ക് അധീനമാണ് എൻ്റെ ജീവനം. ഇവിടെ ഒരു ഭരണാധികാരി ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ്. നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ അവരുടെ വീട്ടുകാർക്കും ബന്ധുക്കൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ കോടിക്കണക്കിനുള്ള ഈ രാജ്യത്തെ ആളുകളെയൊക്കെ വഞ്ചിക്കുന്നതിന് തുല്യവും. ഇവിടെ ദശരഥൻ പറയാണ്, ഈ കൈകേയി പറയണ പോലെ ഞാൻ ചെയ്യാന്ന്. എന്തൊരു അബദ്ധമാണ് നമ്മളോട് പറയണ. അതൊരു വീടിന്റെ ഭരണം ചെയ്യുന്ന ആളായാലും ശരി, നാടിന്റെ ഭരണം ചെയ്യുന്ന ആളായാലും ശരി, സംസ്ഥാനത്തിന്റെ ഭരണം ചെയ്യുന്ന ആളായാലും ശരി, രാഷ്ട്രത്തിന്റെ ഭരണം ചെയ്യുന്ന ആളായാലും ആരായാലും ശരി, അവര് തൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ വാക്കുകളല്ല കേൾക്കേണ്ടത്. ഇവിടെ ദശരഥൻ അങ്ങനെ ഒരു വലിയ അബദ്ധം ചെയ്യാം. എന്നിട്ട് തൻ്റെ മകനായ രാമനെ പിടിച്ച് തൻ്റെ പ്രതിജ്ഞയും ചെയ്യാണ്. മൽ പ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്ക് മൽപുത്രനാം രാഘവൻ. അങ്ങനെയുള്ള രാമൻ മമനന്ദനൻ മംഗള ശ്രീരാമനാണ് ഞാൻ. അങ്കനാരത്നമേ ചെയ്വൻ തവഹിതം, ഇങ്ങനെ ഖേദിപ്പിയായി ഗമാം വല്ലഭേ. ശ്രീരാമനെ പിടിച്ച് ആണയിട്ടു, നീ എന്ത് പറയുന്നോ ഞാനത് ചെയ്യാം. ഇങ്ങനെ ദശരഥൻ പറഞ്ഞപ്പോ ഈ കൈകേയിക്ക് സന്തോഷായി. സത്യം ചെയ്തില്ലേ, നീ കൈകേയി തനിക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ദശരഥ രാജാവിനോട് പറയാണ് തുടർന്നുള്ള ഭാഗത്ത്.